ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളതാണ്. പക്ഷേ ഇന്നലെ നമുക്ക് പറ്റിയില്ല. കാരണം ഇന്നലെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ, പക്ഷെ അത് പ്രോപ്പറായിട്ട് റെക്കോർഡായില്ല. പിന്നെ അതുപോലെ തന്നെ വോയിസും അതുപോലെ തന്നെ സ്ക്രീൻ റെക്കോർഡിങ്ങും പല രീതിക്കായിരുന്നു പോകുന്നുണ്ടായിരുന്നത്. രണ്ട് വഴിക്കായിരുന്നു. സോ അതിൽ ഫുള്ളി ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് നമ്മൾ കിടക്കുന്നത്. സോ ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ നോക്കുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ ടൈപ്സ് ആൻഡ് വേരിയബിൾസ് എന്നുള്ളതാണ്. സോ ഡാറ്റ ടൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാറ്റേനെ സ്റ്റോർ ചെയ്യാന്നുള്ള ഒരു കണ്ടെയ്നറിനെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇതിൽ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റാസിന് ആണ് അതിൽ പല പല ടൈപ്പ് ഓഫ് ഡാറ്റാസ് ഉണ്ടാവും. അപ്പോൾ അതിനാണ് ഈ ഡാറ്റ ടൈപ്സ് എന്ന് നമ്മൾ മെൻഷൻ ചെയ്തു പോകുന്നത്. സോ നമുക്കിപ്പോൾ മെയിനിലായിട്ട് നമുക്ക് ഡാറ്റ ടൈപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡാറ്റ ടൈപ്സ് ഉണ്ട്. അതായത് എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള കുറച്ച് ഡാറ്റ ടൈപ്സ് ഉണ്ട്. പിന്നെ അതുപോലെ ഇൻഫേർഡ് ആയിട്ടുള്ള കുറച്ച് ഡാറ്റ ടൈപ്സ് ഉണ്ട്. പിന്നെ അതുപോലെ സിംഗിളി നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റുന്ന ഡാറ്റ ടൈപ്സ് ഉണ്ട്. പിന്നെ അതുപോലെ കമ്പൈൽ ടൈമിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പല പല രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഒരേ ബോക്സിൽ തന്നെ പല പല കണ്ടൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡാറ്റ ടൈപ്സും ഉണ്ട്. സോ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് മനസ്സിലാവില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ കൂടി നമുക്കിത് പഠിക്കാം. സോ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വോയിഡ് മെയിനിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. എല്ലാ പ്രോഗ്രാംസും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഇനിഷ്യൽ ഫംഗ്ഷനാണ്. അത് നമ്മളൊന്നും റിട്ടേൺ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ വോയിഡ് എന്ന് പറയുന്നത്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിലല്ല, ഈ ഡാർട്ടിൻ്റെ ഏറ്റവും അവസാനം ഊപ്സ് കോൺസെപ്റ്റിലേക്ക് കിട്ടും. അപ്പോൾ അതിന് തൊട്ട് മുപ്പാടായിട്ട് ഫംഗ്ഷൻസ് നമ്മൾ പഠിപ്പിക്കും. സോ ആ ഫംഗ്ഷൻസിൻ്റെ സമയത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ എന്താണ് റിട്ടേൺ ടൈപ്പുകൾ, എന്താണ് വോയിഡ്, പിന്നെ മെയിൻ ഫംഗ്ഷൻ ഞാൻ പറഞ്ഞില്ലേ. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇത് ക്വൈറ്റ് നോർമലി ഇത് പഠിച്ചാൽ മതി. വോയിഡ് മെയിൻ എന്നുള്ളതൊന്ന് ജസ്റ്റ് മനപ്പാടാക്കി വയ്ക്കുക. അതെന്താണെന്നുള്ളത് കൂടുതലായിട്ടുള്ള വീഡിയോസിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. സോ എന്താണ് നമ്മുടെ ഡാറ്റ ടൈപ്സ്? സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പ്ലിസിറ്റ് ടൈപ്പ് ഉണ്ട്, അതുപോലെ ഒരുപാട് ഡാറ്റ ടൈപ്സ് ഉണ്ട്. സോ ഞാൻ ഉദാഹരണത്തിലൂടെ നമുക്ക് കിടക്കാം. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു സ്റ്റോറേജ്, അതായത് നമ്മുടെ വീട്ടിലത്തെ ഒരു കിച്ചണിൽ നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. അതായത് കുറേ കുക്കിംഗ് ഐറ്റംസ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന കണ്ടെയ്നേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്തെടുക്കുകയാണെങ്കിൽ ലബോറട്ടറിയിൽ നമ്മളിതുപോലെ തന്നെ സ്റ്റോറേജിന് യൂസ് ചെയ്യുന്ന കുറച്ച് ഇതുകളുണ്ട്, കെമിക്കൽസൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കണ്ടെയ്നേഴ്സ് ഉണ്ട്. സോ നമുക്കതിൻ്റെ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കാം. നമ്മളിപ്പോൾ ഒരു പുതിയ കണ്ടെയ്നർ എടുക്കും. അപ്പോൾ ആ ഒരു കണ്ടെയ്നറിൻ്റെ പേരാണ് വാർ ബോക്സ് 1. ഓക്കെ, ബോക്സ് 1ൽ നമ്മൾ ഞാനൊരു നെയിം സ്റ്റോർ ചെയ്യാൻ പോവാം. അതായത് സാം എന്നുള്ളൊരു നെയിം ഞാനതിൽ ബോക്സ് 1ൽ ഞാൻ സ്റ്റോർ ചെയ്യിച്ചു. സോ ഇതെന്താണ് വാർ എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കുന്നുണ്ടാവും. സോ വാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻ കേസ്, അതായത് ഒരു എക്സ്പ്ലിസിറ്റ് ടൈപ്പുകളുണ്ട്, നമുക്കത് മുകളിൽ മെൻഷൻ ചെയ്ത് പോവാം. ഇപ്പോൾ ഇതുവഴി അതായത് ഒരൊറ്റ ബോക്സിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കിച്ചണിലത്തെ എക്സാമ്പിൾ എടുക്കുന്ന പോലെ തന്നെ നമുക്കത് തന്നെ എക്സാമ്പിളാക്കി എടുക്കാം. അപ്പോൾ കിച്ചണിൽ ഞാനിപ്പോൾ ഒരു കണ്ടെയ്നർ ഉണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിൽ ഞാൻ മുളക് പൊടി നിറച്ചു. സോ ഇനി ആ മുളക് പൊടി നിറച്ചു, അതിൽ നമ്മൾ മുളക് പൊടി കഴിഞ്ഞപ്പോൾ അതിൽ അങ്ങനെ തന്നെ അതിൽ കുറച്ച് മുളക് പൊടി ഇരിക്കുന്നുണ്ടായിരുന്നു. അതിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ വേറൊരു ഡാറ്റ ടൈപ്പ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്. അതായത് ഇപ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ടു. എന്നിട്ട് നമ്മൾ ഈ പഞ്ചസാര ഇട്ട്, ഓൾറെഡി മുളക് പൊടി ഉണ്ട്, എന്നിട്ടാണ് നമ്മൾ പഞ്ചസാര ഇട്ട് അത് വെച്ചിട്ട് ചായ ഉണ്ടാക്കി എങ്ങനെ ഇരിക്കും? ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിടുത്തം കിട്ടിയിട്ടുണ്ടാവും. അത് ആകെ റൂയിനായി പോവും. ഇഷ്യൂസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രോഗ്രാമിങ്ങിലും. അതായത് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ ടൈപ്പിൽ എന്തെങ്കിലും ഇപ്പോൾ ഒരു ഡാറ്റ വരേണ്ട സൈഡിൽ വേറൊരു ഡാറ്റ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എൻ്റെ പ്രോഗ്രാമിങ് ചിലപ്പോൾ നിൽക്കാം. അല്ലാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറും. അത് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഔട്ട്പുട്ട്സ് തരാതെ വരും. അങ്ങനത്തെ ഒരു ഇഷ്യൂവിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാർ എന്ന് പറയുന്നൊരു ഡാറ്റ ടൈപ്പിനെ യൂസ് ചെയ്യുന്നത്. സോ ഈ വാർ എന്ന് പറയുന്ന ഈ ഡാറ്റ ടൈപ്പ് എന്താണുള്ള യൂസ്ഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ബോക്സ് 1 എന്ന് പറഞ്ഞു, അതിലിപ്പോൾ ഒരു സ്ട്രിങ് ടൈപ്പ്, അതായത് നമ്മൾ ഡബിൾ കോഡ്സിലിട്ട് ഇടുന്ന അതിൻ്റെ നടുക്കിൽ എന്താണ്, ഇപ്പോൾ ഇതിൽ 1 ആണെന്ന് വെച്ചാൽ 1, ഇത് ഡബിൾ കോഡ്സിനുള്ളിൽ എന്തിടുന്നു അതൊക്കെ നമുക്ക് സ്ട്രിങ് ടൈപ്പ് ആയിരിക്കും. അപ്പം ഞാൻ ഇനി ഇതിൽ നമുക്ക് ഒരു നമ്പർ സ്റ്റോർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ ഒരു നമ്പർ സ്റ്റോർ ചെയ്യാൻ നോക്കാം. ഇപ്പം ഞാൻ 1 എന്ന് പറഞ്ഞ നമ്പർ ഞാൻ സ്റ്റോർ ചെയ്യാൻ നോക്കി. അപ്പോൾ നമുക്ക് കൂട്ടർ എറർ അടിച്ച്.
എറർ കണ്ടില്ലേ, എ ടൈപ്പ് ദാറ്റ് ഇൻറ്റ് കാൺ അസൈൻ ദ വേരിയബിൾ ഓഫ് ടൈപ്പ് സ്ട്രിങ്. അതായത് ഇൻറ്റീജർ ആയിട്ടുള്ളൊരു നമ്പർ സ്ട്രിങ്ങിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുളക് പൊടി നിറച്ച കണ്ടെയ്നർ, അതിൻ്റെ ഉള്ളിൽ നമ്മൾ പഞ്ചസാര ഇടാൻ നോക്കിയപ്പോൾ അമ്മ തലമടിച്ചിട്ട് ഇത് പഞ്ചസാര ഇടണതല്ല, ഇത് മുളക് പൊടി ഇടണതാണ് മകനെ എന്ന് പറയില്ലേ. ഇതേ ഉദാഹരണം തന്നെയാണ് നമ്മളിവിടെ ഇതാക്കുന്നത്. അതായത് വലിയൊരു ഇഷ്യൂവിനെ ഈ ഒരു വാർ എന്ന് പറഞ്ഞൊരു കീവേഡ് വെച്ചിട്ട് നമ്മളത് സോൾവ് ചെയ്യണം. ഇതിൽ സ്ട്രിങ് നമ്മളിലായി, പിന്നെ നമ്മൾ ഇൻറ്റീജർ സ്റ്റോർ ചെയ്യാൻ നോക്കുമ്പോൾ അതിനി പറ്റില്ല, അതിൽ ഇനി സ്ട്രിങ് തന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. മേ ബി ഇൻ കേസ് ഞാനിവിടെ ഒരു ക്യാറ്റിനെ സ്റ്റോർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇഷ്യൂ വരില്ല. ഓക്കെ, സ്ട്രിങ് ടൈപ്പ് ഏതിനെ വേണമെങ്കിൽ നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്ത് പോവാം. ഇതാണ് വാർ. സോ ഈ വാറിനോട് കൂടെ തന്നെ ഇടപെടിക്കുന്ന ഒരു സംഗതിയാണ് ഡൈനാമിക്. സോ നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഈ മുളക് പൊടി ഇട്ട കണ്ടെയ്നർ, ഇത് നമുക്ക് വേണമെങ്കിൽ കഴുകി വെയിലത്തൊക്കെ വെച്ച് ഉണക്കി എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ പഞ്ചസാര ഇട്ട് വയ്ക്കാം, അതിന് നമുക്ക് ഇഷ്യൂ വരില്ല. അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരേ ഒരു സംഗതിയാണ് നമ്മുടെ ഡൈനാമിക്. ഇപ്പോൾ ഡൈനാമിക്കിൽ നമുക്ക് ഡൈനാമിന്നല്ല മിക്ക്. ഓക്കെ, ഇപ്പോൾ ബോക്സ് 2 ഈസ് ഈക്വൽ ടു ഇതുപോലെ ഞാൻ 1 സ്റ്റോർ ചെയ്തു, ഒരു ഇൻറ്റീജർ ടൈപ്പ് ഡാറ്റ. ഇനി ഇതേ ബോക്സ് 2 തന്നെ എനിക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബൂളിയനെ സ്റ്റോർ ചെയ്യിക്കാൻ പറ്റും. ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും, ഇൻറ്റീജർ എന്താ, സ്ട്രിങ് എന്താ, ബൂളിയൻ എന്താന്നൊക്കെ മനസ്സിലാവും. അത് നമുക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സ്ട്രക്ചർ ഇപ്പോൾ ഞാൻ ട്രൂ സ്റ്റോർ ചെയ്തു, നമുക്ക് ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. ഇനിയിപ്പോൾ ഇതിലെന്ത് വേണമെങ്കിൽ നമുക്കിത് സ്റ്റോർ ചെയ്ത് പോവാം, ഒരു ഇഷ്യൂസും വരില്ല. സ്റ്റോർ ചെയ്ത് പോകാമെന്നല്ല, ഒറ്റ ബോക്സിൽ ഒറ്റ കണ്ടൻറ്റേ വരുള്ളൂ. ഇപ്പോൾ 1 നമ്മൾ ഇപ്പോൾ ഈ ബോക്സ് 2 നമ്മളിപ്പോൾ ട്രൂ സ്റ്റോർ ചെയ്ത 1 ഇവിടെ നിന്ന് റീപ്ലേസ് ആവുക ചെയ്യുക. 1 പോയിട്ട് ട്രൂ നമ്മളിവിടെ ഇതാവും. ഇതുപോലെ തന്നെ ഇവിടെയും. അതായത് ഞാൻ 2 പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റും ഇടാം, അതാണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് കത്തില്ല. പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് മുൻപ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹലോ വേൾഡ്, അതായത് എന്തെങ്കിലും ഒരു ഡാറ്റ നമുക്ക് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ വെച്ച് യൂസ് ചെയ്യുന്നതാണ് പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ബോക്സ് 1 നമ്മൾ പ്രിൻറ്റ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ഡൈനാമിക് 2 ബോക്സ് 2, അതായത് ഇപ്പോൾ ട്രൂ ആണ്, 1 ആണ് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നത്, ട്രൂ ആണ് നമുക്ക് പ്രിൻ്റ് ആയി. ഇൻ കേസ് ഇവിടെ നമ്മൾ അൺകമാൻഡ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യൽ വാല്യൂ ഇപ്പോൾ 1 നമ്മുടെ കയ്യിൽ പ്രിൻ്റ് ആവും. ഓക്കെ, അൺകമാൻഡ് ചെയ്യലും കമാൻഡ് ചെയ്യലും ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് കോഡ് ഉണ്ടാവും. എന്നാൽ ഈ 2 ഡബിൾ കോഡ്സ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോഡ് ഇതിൽ വർക്ക് ചെയ്യില്ല. അതിനാണ് ഈ അൺകമാൻഡ് ചെയ്യുക കമാൻഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇത് അൺകമാൻഡ് ചെയ്യണമെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ അതായത് കൺട്രോള് /, അതാണ് നമുക്ക് കമാൻഡ് ചെയ്യണമെങ്കിലും അൺകമാൻഡ് ചെയ്യണമെങ്കിലുള്ള കോഡ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് വാർ ആൻഡ് ഡൈനാമിക്. അപ്പോൾ നമ്മൾ വാർ കഴിഞ്ഞു, ഡൈനാമിക് കഴിഞ്ഞു. ഡൈനാമിക് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, അതായത് നമുക്കൊരു ബോക്സ് അത് ക്ലീൻ ചെയ്ത് വീണ്ടും റീയൂസ് ചെയ്യുന്നതിനാണ് ഡൈനാമിക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാർ ആൻഡ് ഡൈനാമിക് നമുക്ക് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയാണ്. കാരണം നമ്മൾ ഇൻ്റർവ്യൂസിൽ പോവുകയാണെങ്കിൽ നമ്മളോട് ചോദിക്കും എന്താണ് ഈ വാറും ഡൈനാമിക്കും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്. സോ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്തതിലേക്ക് നമുക്ക് പോവാം. ഇൻ കേസ് നമ്മുടെ കയ്യിൽ കോൺസ്റ്റൻറ്റുകൾ ഉണ്ടാവും, അതായത് ഒരിക്കലും മാറാത്ത കുറേ വാല്യൂസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ 9.8 ആണ്. അതുപോലെ തന്നെ പൈയുടെ വാല്യൂ 3.14. ഇതൊന്നും ഒരു കാരണവശാലും മാറില്ല. അങ്ങനത്തെ വാല്യൂസിനെ അസൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് കോൺസ്റ്റ് എന്ന് പറയുന്നൊരു കീവേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കോൺസ്റ്റ്. ഇപ്പോൾ കോൺസ്റ്റ് പൈയുടെ വാല്യൂ ഈക്വൽ ടു 3.14 ആണെങ്കിൽ പിന്നെ അത് നമ്മുടെ എൻ്റയർ കോഡിൽ ഒരിക്കലും മാറില്ല. അതായത് ഇനി ഞാനിതുമ്പോൾ പൈയിൽ അടുത്ത വാല്യൂ അതായത് 5.4 ആക്കാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയും എറർ ഉണ്ട് എന്ന് പറയും. കണ്ടില്ലേ, അതായത് കമ്പൈലിംഗ് ടൈമിലാണ് നമുക്ക് എറർ കാണിച്ചു തരും. ഇത് കോൺസ്റ്റൻ്റ് വാല്യൂ ആണ്, ഇതിൽ വേറൊരു വാല്യൂ ഇനി ഇനിഷ്യലൈസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത്. ഇവിടെ നമുക്ക് ഉണ്ടാവും എറർ കണ്ട. ഇപ്പം ഇങ്ങനത്തെ ഒരു ഇഷ്യൂ നമ്മുടെ ക്രേസി. ഇതിന് വേണ്ടിയിട്ടാണ് നമുക്ക് പൈയുടെ വാല്യൂ, അതായത് അൺഫോർച്ചുനേറ്റ്ലി നമുക്കിപ്പോൾ കോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് കുറച്ച് ലൈൻ ഓഫ് കോഡ്സേ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മളൊരു കമ്പനിയിലൊക്കെ കോഡ് ചെയ്യുന്ന സമയത്ത് അത് പ്രോജക്റ്റിൻ്റെ വലിപ്പം അനുസരിച്ചിരിക്കും. ഇപ്പോൾ കുഞ്ഞൊരു പ്രോജക്റ്റ് ആണെങ്കിൽ തന്നെ അത്യാവശ്യത്തിന് കുറേ ഫയൽസ് ഉണ്ടാവും. ഒരു
10-200 ഫയൽസ് തന്നെ ഉണ്ടാവും. ഈ 10-200 ഫയൽസിൻ്റെ ഓരോ ഫയൽസിനകത്ത് ഒരു 100-120 ലൈൻ ഓഫ് കോഡ്സും ഉണ്ടാവും. സോ അത്രയും കുറച്ച് ഡിഫിക്കൽറ്റീസ് ആവും. അത് കുഞ്ഞിയ ഒരു പ്രോഗ്രാമിങ്ങിൻ്റെ കാര്യമാണ്. അപ്പോൾ നമ്മൾ സ്കെയിലബിൾ ആയിട്ടൊക്കെയാണ് നമ്മൾ കോഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വ്യത്യാസം ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരേ പ്രോഗ്രാമിങ് തന്നെ സ്പ്ലിറ്റ് ആയിട്ടാവും ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ ഒരു പ്രോഗ്രാമിങ് വേറൊരാൾ ചെയ്യുന്നുണ്ടാവും, ഒരാൾ നമ്മൾ ചെയ്യുന്നുണ്ടാവും, വേറൊരു സൈഡ് വേറൊരാൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ കുറേ പേരും പ്രോഗ്രാമിങ് ചെയ്യുന്നുണ്ടാവും അറ്റ് എ ടൈം. അത് നമ്മൾ ഗിറ്റ് ഹബിൽ നമുക്ക് ഗിറ്റ് ഹബ് പഠിക്കുമ്പോൾ മനസ്സിലാവും അതെങ്ങനെയാണ് ചെയ്യുക. ബ്രാഞ്ച് ഉണ്ടാക്കിയൊക്കെ ചെയ്യാൻ പറ്റും. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, നമുക്കത് അവസാനം പറയാം. സോ നമ്മൾ ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോയി. സോ കോൺസ്റ്റൻ്റ് വാല്യൂ അപ്പോൾ 3.14 ആണ്, മാറ്റാൻ പറ്റില്ല. ഈ വാറിന് ഡൈനാമിക് ഉള്ള പോലെ തന്നെ നമുക്കുള്ളൊരു സംഭവമാണ് കോൺസ്റ്റൻ്റ് ഫൈനൽ. സോ എന്താണ് ഫൈനൽ എന്ന് പറയാം. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂ 3.14 നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷേ നമുക്കിതുപോലെ വേറൊരു സംഗതി വരും. അതായത് നമുക്ക് എന്താണെന്ന് അറിയില്ല, റൺ ചെയ്യുമ്പോൾ എന്താ വരാമെന്നറിയില്ല. അങ്ങനത്തെ ഒരു സംഗതിയാണ് ഫൈനൽ. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഇത് എന്താ സംഗതി എന്നുള്ളത്. ഞാൻ ഒരു ഉദാഹരണം വെച്ചിട്ട് പറയാം. ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു പ്രോഗ്രാമിങ് ചെയ്യാണ്. അതായത് ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒരു ഫൈനൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഫൈനൽ ഇപ്പോൾ ഡേറ്റ് is equal to date time dot now. നമുക്കിതിലൊരു ഇഷ്യൂ ഉണ്ട്. ടി ക്യാപിറ്റൽ. ഓക്കെ, നമുക്കിത് പ്രിൻ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മൾ പ്രോഗ്രാമിങ് ചെയ്യുന്ന ദിവസവും അതിൻ്റെ സമയവുമാണ് നമ്മൾ പ്രിൻ്റ് ചെയ്യിക്കുന്നത്. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. റൺ ചെയ്യുമ്പോൾ മാത്രമേ ഇതിലേക്ക് ഡാറ്റ വരുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഞാനിതിപ്പോൾ റൺ ചെയ്തു. ഇപ്പോൾ റൺ ചെയ്യുമ്പോൾ അത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അതെ വന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ സമയം 23:16:12 ഇന്നത്തെ ദിവസം 25:09:17. സോ ഇതാണ് നമ്മുടെ ഈ സമയത്തെ ഇത്. അതായത് ഇപ്പോൾ കിട്ടുന്ന ഡാറ്റ അത് റൺ ടൈമിൽ വരുന്ന കോൺസ്റ്റൻറ്റുകളുണ്ടാവും. അതായത് നമുക്കിപ്പോൾ ഹാർഡ് കോഡ് ചെയ്യുന്ന കോഡുകൾ ഇപ്പോൾ ഈ 3.14 എന്ന് പറയുന്നത് റൺ ടൈമിലാണെങ്കിലും അല്ലെങ്കിലും കോൺസ്റ്റൻ്റ് ആണ്. ഇതെന്ന് പറയുമ്പോൾ റൺ ടൈമിൽ മാത്രമേ കോൺസ്റ്റൻ്റ് ആവുള്ളൂ. ഇത് റൺ ചെയ്യിക്കുന്ന സമയം എപ്പോഴോ ആ സമയത്ത്, ഇപ്പോൾ ഡേറ്റും ടൈമും ഇപ്പോൾ ഞാൻ നാളെ ഇതേ പ്രോഗ്രാം റൺ ചെയ്യിച്ച് കഴിഞ്ഞാൽ ഈ ഡേറ്റും ടൈമും മാറും. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഫൈനൽ എന്ന് പറയുന്നത്. ഈ ഫൈനലിലാണെങ്കിലും കമ്പൈൽ ടൈമിൽ നമുക്ക് ഇനി മാറ്റാൻ പറ്റില്ല. ഇപ്പോൾ ഇൻ കേസ് ഞാൻ ഡേറ്റിൽ ഇസിക്കൽ ടു ഒരു 10 കൊണ്ടുവന്ന് അസൈൻ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് പറ്റില്ല. കാരണം കമ്പൈൽ ടൈമിലും ഇത് എറർ അടിക്കും. കണ്ട, ഫൈനൽ വേരിയബിൾ ഓൺലി ബി സെറ്റ് വൺസ്. അതായത് ഒറ്റ തവണ അത് നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ചോദിക്കും, ഇതിപ്പോൾ ഡേറ്റ് ആൻഡ് ടൈം മാത്രമല്ല, നമുക്ക് ഇതുപോലെ വേറൊരു എക്സാമ്പിൾ. ഇപ്പോൾ ഇൻ കേസ് ഞാനിപ്പോൾ ഒരു കോഡ് ചെയ്തു. ഇപ്പോൾ കോഡ് ചെയ്തിട്ട് ഞാനിപ്പോൾ സ്ക്രീൻ ടൈം കോൺസ്റ്റൻ്റ് ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഞാൻ ചെയ്തൊരു വലിയ സ്ക്രീനില്ല, ഇപ്പോൾ ഒരു സാംസങ് S22 അൾട്രയിലൊക്കെയാണ് ഞാൻ കോഡ് ചെയ്തത്. ഇതേ സാധനം തന്നെ നമ്മുടെ ഗൂഗിൾ പിക്സലിൻ്റെ ഏറ്റവും ഇപ്പോൾ 4A ഞാനിത് റൺ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കോൺസ്റ്റൻറ്റ് വാല്യൂസ് ആയി കഴിഞ്ഞാൽ റൺ ചെയ്യണമെന്ന് വെച്ചാൽ സ്ക്രീൻ സൈസ് വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ S23 അൾട്രയിലിരിക്കുന്ന സ്ക്രീനായിരിക്കില്ല ഗൂഗിൾ പിക്സൽ 4A അത് രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ കോൺസ്റ്റൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈനലായിട്ട് ചെയ്യും. അതായത് സ്ക്രീൻ സൈസ് ഇനിഷ്യലൈസ് ചെയ്യും. അതായത് സ്ക്രീൻ സൈസ് നമ്മൾ നോക്കി സ്ക്രീൻ സൈസ് സ്യൂട്ടബിൾ ആണോ, അതായത് വലിയ സ്ക്രീനാണോ ചെറിയ സ്ക്രീനാണോ, എന്നിട്ട് അതിൽ നിന്നുള്ളൊരു കാൽക്കുലേഷൻ എടുത്തിട്ടായിരിക്കും നമ്മൾ ടെക്സ്റ്റിനും പിന്നെ അതുപോലെ അതിൻ്റെ ഉള്ളിലത്തെ ബട്ടൺസിനൊക്കെ വലുപ്പം കൊടുക്കുക. അപ്പോൾ അതൊക്കെ ഫൈനലൈസ് ചെയ്യുന്ന ഡാറ്റ. ഇൻ കേസ് ആ പ്രോഗ്രാമിലും ഈ പ്രോഗ്രാമിലും അതായത് രണ്ടിലും സ്ക്രീൻ സൈസ് ഇനിഷ്യലൈസ് ചെയ്ത് ഇത്ര ഹൈറ്റും ഇത്ര വിഡ്ത്തും വെച്ച് നമ്മൾ പാസ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ നമ്മളിതുപോലെ ഫൈനലി യൂസ് ചെയ്യും. ഇതുപോലെ ഒട്ടനേക സംഗതികളുണ്ട്. ഇപ്പോൾ നമ്മൾ ലോഡ് ചെയ്യുമ്പോൾ വിഡ്ജറ്റ്സ് ആണെങ്കിലും അതൊക്കെ വിഡ്ജറ്റുകൾ വരുന്നത്, പിന്നെ ഒരു ഡാറ്റ പാസ് ചെയ്യുന്നത്, അതൊക്കെ നമുക്ക് കുറേ ഫൈനൽസ് നമുക്ക് വരും. സോ ഇതാണ് ഫൈനൽ ആൻഡ് കോൺസ്റ്റൻറ്റ്. അത് ഇനി രണ്ട് വാക്കിൽ നമുക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റൺ ടൈം കോൺസ്റ്റൻറ്റ് ഫൈനൽ എന്ന് പറയുന്നത്. മറ്റേത് കമ്പൈൽ ടൈം കോൺസ്റ്റൻ്റ് ആണ് ഈ പൈ എന്ന് പറയുന്നത്. സോ ഇത് രണ്ടെണ്ണമാണ് നമ്മുടെ ഫൈനൽ ആൻഡ് കോൺസ്റ്റൻറ്റ്.
ഇപ്പോൾ നിങ്ങളിപ്പോൾ മെയിനായിട്ടുള്ള ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് വാർ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്, ഡൈനാമിക് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കോൺസ്റ്റ് എന്താണെന്ന് പഠിച്ചു, ഫൈനൽ എന്താണെന്ന് പഠിച്ചു. ഇനി നമുക്ക് കുറച്ച് എക്സ്പ്ലിസിറ്റ് ടൈപ്പുകളുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് അറിയാത്ത സംഗതി, അതായത് ഇപ്പോൾ ഞാൻ കുറേ വാറല്ല സോറി ഇപ്പോൾ അതെ ട്രൂ, സ്ട്രിങ്, ഇൻഡ് എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നില്ലേ, അതാണ് എക്സ്പ്ലിസിറ്റ് ടൈപ്പ്. അതായത് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാനുവലി നമുക്ക് കോഡ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ ഇൻഡ്, അപ്പോൾ ഇൻഡ് ഏജ് ഈസ് ഈക്വൽ ടു 10. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ 10 എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്യൂസ് ഒന്നുമില്ല, എറർ ഒന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇൻറ്റീജർ നമ്പർ അല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ഏജ് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ പറയും 10, 11, 12. ഒരിക്കലും നിങ്ങൾ 10.5, 11.5, അതിൽ 11.5 ഇങ്ങനെയൊന്നും നമ്മൾ പറയില്ല. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഏജ് കൊടുക്കുന്ന സ്ഥലത്ത് ഞാനിതുപോലെ 11.5 അല്ല 10.5 എന്ന് പറഞ്ഞിട്ട് കൊടുക്കും, അപ്പടിക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ ഡബിൾ എന്ന് പറയുന്നൊരു വാല്യൂ നമുക്കതിൽ അസൈൻ ചെയ്യാൻ പറ്റത്തില്ല. അതായത് എന്താണിത്, ഏജാണ്. അപ്പോൾ ഇതിനെ റിസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഡബിൾ വാല്യൂസിനെ റിസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്തുള്ള ഈ ഇൻറ്റ് എന്ന് പറഞ്ഞിട്ട് സംഗതികൾ. ഇനിയിപ്പോൾ നമുക്കതുപോലെ തന്നെ ഡബിൾ എന്ന് പറയുന്നത് വരുന്നുണ്ട്. ഇപ്പോൾ ഇൻ കേസ് എനിക്ക് പോയിൻ്റ് വാല്യൂ വരുന്ന സാഹചര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഇൻ കേസ് എന്താ പറയുക, ഇപ്പോൾ ലെങ്ത്ത്, റെക്റ്റാങ്കിളിലെ ലെങ്ത്ത് അല്ലെങ്കിൽ റെക്റ്റാങ്കിളിൽ വിഡ്ത്ത്, ഇങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ നമുക്ക് എന്തുണ്ടാവും, ഡബിൾ എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അവിടെ ഇപ്പോൾ ബ്രെഡ്ത്ത് എന്തിടാം, വിഡ്ത്ത് എന്നല്ല, WID വിഡ്ത്ത് ഈസ് ഈക്വൽ ടു 10.5 നമുക്കിതിൽ ഫീഡാവും. ഇനിയിപ്പോൾ നമുക്ക് വിഡ്ത്തിൽ ഇനി സാഹചര്യങ്ങളുണ്ട്, 10 വരാം, നോ ഇഷ്യൂ, അതും ഫീഡാവും. സോ ഇത് രണ്ടും നമുക്ക് വന്നു. സോ ഇങ്ങനത്തെ സാഹചര്യങ്ങളിലാണ് നമ്മൾ ഇൻറ്റ് ആൻഡ് ഡബിൾ യൂസ് ചെയ്യുക. സോ ഇൻറ്റ് ആൻഡ് വിഡ്ത്ത് നമ്മൾക്ക് പാസ്സായി കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പിന്നെ വരുന്നതാണ് നം എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ. അതായത് ഈ ഇൻറ്റും ഡബിളും, അതായത് ഇൻറ്റ് ആൻഡ് ഡബിൾ കഴിഞ്ഞിട്ട് നമുക്ക് ഇത് രണ്ട് വാല്യൂസും വരണം. അതായത് ഇൻ കേസ് ചില സമയത്ത് നമുക്ക് ഇപ്പോൾ ഞാനിപ്പോൾ റിട്ടേൺ ടൈപ്പായിട്ട് ഇപ്പോൾ ചില വാല്യൂസ് നമ്മളിപ്പോൾ ഇതാക്കി, ഇപ്പോൾ ഈ രണ്ട് ഡബിൾ വാല്യൂസ് ഞാൻ കൂട്ടി. അപ്പോൾ അങ്ങനെ കൂട്ടുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ റിസൾട്ടായിട്ട് ഇപ്പോൾ ഒരു ഇൻറ്റീജർ വാല്യൂസ് വരാം. അല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് ഇൻറ്റ് അല്ലെങ്കിൽ ഒരു ഡബിൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡബിൾ വാല്യൂസ് വരാം. അപ്പോൾ അതൊരു മിസ്കൺഫ്യൂഷനാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിനാരിയോയിൽ എന്തെങ്കിലും വരാം, ഇൻറ്റ് അല്ലെങ്കിൽ ഡബിൾ വരാം എന്നുള്ള കണ്ടീഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നം എന്ന് പറഞ്ഞൊരു കീവേഡ്. ഇപ്പം നം എന്ത് കൊടുക്കും, ഹാറ്റ് കൊടുക്കും. ഹാറ്റ് ഈസ് ഈക്വൽ ടു 10. ഇതിൽ നമുക്ക് രണ്ടും ചെയ്യാൻ പറ്റും. അതായത് 10 കൊടുക്കാം, 10.5 കൊടുക്കാം, എന്ത് വേണമെങ്കിൽ കൊടുക്കാം. അതായത് ഇൻറ്റും ഡബിളും വരുന്ന സാഹചര്യത്തിൽ, അല്ല ഏത് വരുന്നുള്ള അറിയാത്ത സാഹചര്യത്തിൽ നമുക്ക് നമ്മ് വെച്ചിട്ട് അസൈൻ ചെയ്യാം, ഇഷ്യൂ ഇല്ല. ഇതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു സംഗതിയാണ് സ്ട്രിങ്. നമ്മളിവിടെ ഞാൻ പറഞ്ഞു ഡബിൾ കോഡ്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ട്രിങ് മെസ്സേജ് ഈസ് ഈക്വൽ ടു ഹലോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ പ്രിൻറ്റും ചെയ്യിക്കാം. ഇവിടെ മുകളിൽ കാണിക്കുന്നതല്ല നമുക്ക് പ്രിൻ്റബിൾ ആണ്. മൈക്ക് തൊട്ട് മുൻപിൽ, അതുകൊണ്ട് എനിക്ക് ടൈപ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, സോ നമ്മളോട് കണ്ടില്ലേ ഹലോ പ്രിൻ്റ് ആയിട്ടുണ്ട്. സോ സ്ട്രിങ് ടൈപ്പ് മെസ്സേജുകൾ, അതായത് ഈ ഡബിൾ കോഡ്സ് അല്ലെങ്കിൽ സിംഗിൾ കോഡ്സ്, ഇതിനുള്ളിൽ വരുന്ന നമുക്ക് എന്ത് അടിക്കുകയാണെങ്കിലും നമുക്ക് സ്ട്രിങ് ടൈപ്പ് ആയിട്ടായിരിക്കും. അതായത് ആൽഫബറ്റിക് ആയിക്കോട്ടെ, നമ്പേഴ്സ് ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെയുള്ള സംഗതികൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്ന സംഗതിയാണ് സ്ട്രിങ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇൻറ്റ് പഠിച്ചു, ഡബിൾ പഠിച്ചു, ഇതൊക്കെ എക്സ്പ്ലിസിറ്റ് ടൈപ്പാണ്. ഇത് മാർക്ക് ചെയ്തത് എക്സ്പ്ലിസിറ്റ് ടൈപ്പ്. ഓക്കെ, നമുക്കിത് ഏറ്റവും അവസാനം ഞാനിതൊരു നോട്ടാക്കി തരാം. അപ്പോൾ ഇതാണ് എക്സ്പ്ലിസിറ്റ്. പിന്നെ നമുക്ക് വരുന്നത് ബൂള്. ബൂൾ ക്ലിക്ക് സീക്വൽ ടു
സോ ഇതാണ് നമുക്ക് ഒന്ന് പ്രിൻ്റ് ചെയ്യിക്കാം. ഓക്കെ, പ്രിൻ്റ് ആയിട്ടുണ്ട്. മെസ്സേജിന് താഴെ തന്നെ വന്നിട്ട് നമുക്ക് ട്രൂ, നമുക്ക് വേണമെങ്കിൽ ഫാൾസ് കൊടുക്കാം. അതായത് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ഫീഡ് ചെയ്യിക്കാനുള്ളൊരു സെക്ടറാണ് നമുക്ക് ബൂളിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്, ശരിയോ തെറ്റോ. അപ്പോൾ അങ്ങനത്തെ ഒരു സംഗതിയാണ് ബൂൾ എന്ന് പറയുന്ന ഒരു കീവേഡിൽ നമ്മൾ യൂസ് ചെയ്ത്. ഇതിൽ വേറെ ഒന്നും ഫീഡ് ആവില്ല. ഈ സ്ട്രിങ് നമ്മൾ കൊടുത്തു, ഇതിൽ വേറൊരു ഡാറ്റയുടെ ഫീഡ് ആവില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇത് സ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്കിത് യൂസ് ചെയ്യുന്നത്, ഡാറ്റ ടൈപ്സ്. സോ ബൂള് കഴിഞ്ഞു. പിന്നെയുള്ളത് നമുക്കുള്ളത് ഇപ്പോൾ മെയിനായിട്ടുള്ളത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്പ് കഴിഞ്ഞ്, സ്ട്രിങ് കഴിഞ്ഞ്, ബൂളിയൻ കഴിഞ്ഞു. ഇനിയുള്ളത് നമുക്ക് കളക്ഷൻസ് ആണ്, അതായത് കളക്റ്റീവ് ടൈപ്പ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്സ്. അപ്പോൾ ഇൻ കേസ് എനിക്ക് കുറേ ഡാറ്റ, അതായത് എല്ലാം കൂടിയിട്ട് എനിക്ക് കയറ്റണമെന്ന് വിചാരിക്കുക. ലിസ്റ്റ് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ എനിക്കിവിടെ നമുക്ക് എന്ത് വേണമെങ്കിൽ കയറ്റാം. അതായത് ഇപ്പോൾ എനിക്ക് സ്ട്രിങ് കയറ്റാം, അതുപോലെ തന്നെ നമ്പ് കയറ്റാം, പിന്നെ അതുപോലെ തന്നെ ബൂളിയൻ കയറ്റണമെങ്കിൽ ബൂളിയൻ കയറ്റാം. ഇവിടെ നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. ഇതിനാണ് ലിസ്റ്റ് എന്ന് പറയുന്നത്, ലിസ്റ്റ് ഓഫ് ഡാറ്റ. ഇപ്പോൾ ലിസ്റ്റ് ഓഫ് ഡാറ്റയിൽ നമുക്ക് എന്ത് വേണമെങ്കിൽ കൊടുക്കും. ഇപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്ലിക്ക് മെസ്സേജ് ഇതൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതൊക്കെ ബോക്സിൻ്റെ നെയിമാണ്. അതുപോലെ ലിസ്റ്റ് ഞാൻ ഒരു പേര് കൊടുത്ത് ലിസ്റ്റ് തന്നെ. ലിസ്റ്റിന് കീ വാല്യൂ, കീവേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ LIST. സോ ഇങ്ങനെയാണ് നമുക്ക് ലിസ്റ്റ് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ലിസ്റ്റിനെ പ്രിൻറ്റ് ചെയ്യിക്കണമെങ്കിൽ പ്രിൻറ്റ് ചെയ്യിക്കാം. ഇങ്ങനെ നമുക്കിതിൽ എത്ര സെക്ഷൻ ഓഫ് നമ്പേഴ്സ് വേണമെങ്കിൽ ഫീഡായി പോവാം. നമുക്ക് കണ്ടില്ലേ, ഇങ്ങനെ കിട്ടും നമുക്ക് വാല്യൂസ്. അതായത് ഗ്രൂപ്പ് ഓഫ് വാല്യൂസ് നമുക്ക് കിട്ടും. ഇതിൽ കുറേ ഓപ്പറേഷൻസ് ഉണ്ട്, മെത്തേഡ്സ് ഉണ്ട്, പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇതൊക്കെ നമുക്ക് പഠിക്കാം. സോ ഇതാണ് ലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. സോ ഇനി അടുത്ത് വരുന്നതാണ് സെറ്റ്. ലിസ്റ്റിൽ നമുക്ക് ഈ ലിസ്റ്റിൻ്റെ അതേപോലെ ഇരിക്കുന്നതാണ് സെറ്റ്. പക്ഷേ ഇപ്പം ഞാനിവിടെ 1 കൊടുത്തു. ഓക്കെ, ഇതേ 1 തന്നെ ഞാൻ ഇവിടെയും കൊടുക്കും. ഓക്കെ, എന്നിട്ട് ഇതേ വാല്യൂസ് തന്നെ നമുക്ക് സെറ്റിൽ കൊടുക്കാം. സെറ്റ് എന്ന് പറഞ്ഞാൽ സെയിം പ്രൊസീജിയർ. നമുക്ക് കീവേഡ് എന്ന് പറയുന്നത് സെറ്റായിരിക്കും, സെറ്റ്. അതുപോലെ സെറ്റ് തന്നെ കൊടുക്കാം. സെറ്റ് ഇതൊക്കെ നമുക്ക് കളർ നോക്കണം. കളർ നീല കളർ ആവുകയാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഇഷ്യൂ ഇല്ല. അത് ജസ്റ്റ് എല്ലാം നീലയായെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അത് ഐഡിയിലാവുമ്പോൾ നമുക്ക് കറക്റ്റ് പറഞ്ഞുതരാം ഞാൻ ആ സമയത്ത്. ഇപ്പോൾ ഹാറ്റ് കൊടുക്കാം. ഹാറ്റ് നമ്മളിൽ ഉണ്ടെന്ന് തോന്നുന്നു ഓൾറെഡി. ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് വരാൻ ടിക്കറ്റ് നമ്പർ ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് വരില്ല. ഓക്കെ, അപ്പോൾ സെറ്റ് കൊടുക്കുമ്പോൾ കേളി ബ്രാക്കറ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ മെൻഷൻ ചെയ്യുക. ഓക്കെ, ഇതിൽ സെറ്റിൻ്റെ S ക്യാപിറ്റലാണ്. അപ്പോൾ ടിക്കറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ് ടിക്കറ്റ് ഈസ് ഈക്വൽ ടു നമുക്കിവിടെ ഞാൻ കുറച്ച് ടിക്കറ്റ് വാല്യൂസ് നമ്മൾ നേരത്തെ ലിസ്റ്റിൽ കൊടുത്ത ടിക്കറ്റ് വാല്യൂസ് തന്നെ ഇവിടെ കൊടുത്തു എന്ന് വിചാരിക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതിനെ പ്രിൻ്റ് ചെയ്യിക്കാൻ പോവാം. കണ്ടില്ലേ, അതായത് 1 ഞാനിവിടെ എൻഡിങ്ങിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ലിസ്റ്റിൽ അത് പ്രിൻ്റായി. പക്ഷേ സെറ്റിൽ പ്രിൻ്റ് ആവില്ല. കാരണം ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വരുന്ന എലമെൻറ്റ്സ് ഉണ്ടാവും, അത് സെറ്റിൽ നിന്ന് റിമൂവ് ആവും. അതാണ് സെറ്റിൻ്റെ ഒരു ബെനിഫിറ്റ്. സോ നമുക്കിപ്പോൾ ലിസ്റ്റ് പഠിച്ചു, സെറ്റ് പഠിച്ചു. ഇനി നമുക്കുള്ളത് മാപ്പാണ്. മാപ്പും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സംഗതി കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ് നമ്മുടെ വൈൻഡപ്പായി. സോ ഇതാണ് മാപ്പ്. ഓക്കെ, മാപ്പിൻ്റെ അകത്ത് മാപ്പ് തന്നെ കൊടുക്കാം. ഇസിക്കൽ ടു കേളി ബ്രാക്കറ്റ്. ഈ മാപ്പ് എന്ന് പറയുന്നത് നമുക്ക് പൈത്തണൊക്കെ നമുക്കറിയാം ഡിക്ഷണറി എന്നാണ് പറയാം. മാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബൾക്കായിട്ടുള്ള ഡാറ്റാസ് ഉണ്ടാവും. അപ്പോൾ ബൾക്കായിട്ടുള്ള ഡാറ്റാസ് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരാളെ സെർച്ച് ചെയ്യണം. അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് സെർച്ചിങ് മെക്കാനിസം കുറേ ഉണ്ട്. ബൈനറി സെർച്ച്, ലീനിയസ്, അങ്ങനെ കുറേ സെർച്ചിങ് മെക്കാനിസം ഉണ്ട്. DS പഠിക്കുന്നത് കൃത്യമായിട്ട് പഠിക്കാം. ഇതല്ലാണ്ട് നമുക്ക് ഈസി ടു സെർച്ച് ഉണ്ടാവും. അതായത് കീ വാല്യൂ പെയേഴ്സ് എന്ന് പറയും. അതായത് ഒരു കീ ഉണ്ടാവും, അതിനൊരു വാല്യൂ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അതിനാണ് ഈ മാപ്പ് എന്ന് പറയുന്നത്. മാപ്പിന് കുറേ ഗുണങ്ങൾ വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് സെർച്ച് ചെയ്യാൻ കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് മാപ്പ് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഇൻ കേസ് ഞാൻ കൊടുത്തു, എയിൽ ഞാൻ ഒരു നമ്പർ അസൈൻ ചെയ്തു 1. അതുപോലെ
ബിയിൽ നമ്മൾ 2 കൊടുത്തു. ഇതുപോലെ നമുക്ക് കീ വാല്യൂ പെയേഴ്സായിട്ട് നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്ത് പോകാം. അതായത് എ ഇസിക്കൽ ഒരു കീ ആണ്, ബി ഇസിക്കൽ അല്ല സോറി 1 ഇസിക്കൽ ഒരു വാല്യൂ ആണ്. ഇങ്ങനെ നമുക്ക് കൊണ്ടുപോകുന്നതിനാണ് മാപ്പ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഇപ്പോൾ ഈ ലിസ്റ്റിൽ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സ്കീമുണ്ടാവും. അതായത് സ്ട്രിങ് മാത്രമേ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നൊരു സംഗതിയാണ്, അതായത് ഓപ്പൺ ബ്രാക്കറ്റും ഓപ്പൺ ബ്രാക്കറ്റ് ഒരു ഗ്രേറ്റർ ദാൻ സിമ്പിളും ഒരു ലെസർ ദാൻ സിമ്പിളും. സോ ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ നമ്മളിതുപോലെ സ്ട്രിങ് മെൻഷൻ ചെയ്ത്, അതിപ്പോൾ ലിസ്റ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ സ്ട്രിങ് ഞാൻ കൊടുത്തു എന്ന് വിചാരിക്കുക. ഇനിയിപ്പോൾ ഇതിൽ സ്ട്രിങ് ടൈപ്പ് ഡാറ്റാസ് മാത്രമായിരിക്കും ഈ ലിസ്റ്റിൽ എനേബിൾഡ് ആവണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഇത് ഡബിൾ കോഡ്സ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായി, ഇതൊക്കെ സ്ട്രിങ് ടൈപ്പായിട്ട് മാറും. ഓക്കെ, ഇപ്പോൾ സെറ്റിലും നമുക്കിതുപോലെ മെൻഷൻ ചെയ്യാം. ഇപ്പോൾ സെറ്റിൽ ഞാൻ നമുക്ക് ഇൻറ്റ് കൊടുക്കാം, നമുക്ക് അല്ല എറർ അടിച്ചിട്ട് ഇൻറ്റ് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇവിടെയാണ് അത് വന്നേക്കണം. ഡബിൾ കോഡ്സ് നമ്മൾ ഒരെണ്ണത്തിന് ഇട്ടില്ല. ഓക്കെ, ഇപ്പോൾ സെറ്റായി. ഇവിടെ ഒരു എറർ ഉണ്ടല്ലോ. കോമ സിംഗിൾ കോഡ്സ് അല്ല, ഡബിൾ കോഡ്സ് ആണ് വേണ്ടത്. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനിയും എവിടെയെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ഇഷ്യൂസ് എവിടെയോ ഉണ്ട്. നമുക്ക് ഒരു വട്ടം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒരു വട്ടം ഒന്ന് ചെയ്ത് നോക്കാം. ഇത് ഐ ഡി ഇല്ലാത്തതുകൊണ്ട്, ഐ ഡി ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയ്ക്കും ഇഷ്യൂ വരില്ല. ഐ ഡിക്ക് ഇൻസ്റ്റാൾ ചെയ്യിക്കണമെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതാണ് നമ്മൾ ഇപ്പോഴേ തന്നെ ഐ ഡി ഇൻസ്റ്റാൾ ചെയ്യാത്തപ്പോൾ cat പോക്കറ്റുണ്ട്. പിന്നെ അതുപോലെ പ്രിന്റ് ചെയ്യാം. പ്രിന്റ് ലിസ്റ്റ്. സോ നമ്മൾ ഹാറ്റ് കാറ്റ് വാൻ ഇതൊക്കെ നമുക്ക് സ്ട്രിങ് ടൈപ്പ് ഡാറ്റ ആയിരിക്കും നമുക്ക് പ്രിന്റ് ചെയ്യാം. ഇപ്പോൾ ഇതുപോലെ തന്നെ സെറ്റിൽ നമുക്ക് ഇതുപോലെ തന്നെ മെൻഷൻ ചെയ്ത് പോകാം. വീഡിയോയുടെ ലെങ്ത്ത് കൂടി വരാം. ഇൻറ്റ് പിന്നെ ഇപ്പോൾ ഇൻറ്റീജർ നമ്പേഴ്സ് മാത്രമേ നമുക്ക് ഇതിൽ പോവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഓഫ് എലമെൻറ്റ്സ് നമുക്ക് പറ്റില്ല. 2, 3, 4. സോ ഇനിയിപ്പോൾ ഞാനൊരു 4 കൂടി എക്സ്ട്രാ ആഡ് ആവാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്താവും, അത് വരില്ല. പ്രിൻറ്റ് ടിക്കറ്റ്. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ 4 2 നമുക്ക് ആവർത്തിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ 4 രണ്ടാമത്തിൽ വന്നിട്ടില്ല, എക്സ്ട്രാ 4. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റാണ്, ഇതിൽ ഡ്യൂപ്ലിക്കേറ്റ് ഓഫ് എലമെൻറ്റ്സ് പറ്റില്ല. ഇനി നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സംശയമാണ് മാപ്പിൽ എങ്ങനെ മെൻഷൻ ചെയ്യുന്നത്. അതായത് കീ വാല്യൂ പെയേഴ്സ് ആണ്, കീ സ്ട്രിങ് ആണ്. വാല്യൂ നമുക്ക് എന്തും ആവാം, അതായത് നമ്മ ആവാം, എന്തും ആവാം. അപ്പോൾ നമുക്ക് അല്ലാണ്ട് മെൻഷൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ സ്ട്രിങ് കീ വാല്യൂ, അതുപോലെ വാല്യൂ നമുക്ക് ഒന്നില്ലെങ്കിൽ ഇപ്പം ഇതിൽ കൊടുത്തേക്കുന്ന ഇൻ്റാണ്. അപ്പോൾ നമുക്ക് ഇൻ്റെന്ന് വെച്ചിട്ട് വേണമെങ്കിൽ കൊടുക്കാം. ഇൻ കേസ് നമുക്ക് ഇതുപോലെ നമുക്കറിയില്ല റൈറ്റ് സൈഡിൽ വാല്യൂ എന്താ വരുന്നത് അറിയില്ലെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, ഇവിടെ ഡൈനാമിക് കൊടുക്കാം. ഇങ്ങനെ ഡൈനാമിക് കൊടുത്തു പോകണമെങ്കിൽ ഡൈനാമിക് കൊടുത്തു പോകും. സോ ഇതാണ് നമ്മുടെ ഡാറ്റ ടൈപ്സ് ആൻഡ് വേരിയബിൾസ്. സോ ഈ വീഡിയോ എങ്ങനെ പോയാലും എല്ലാവർക്കും മനസ്സിലായെന്നാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് ടൈം കുറേ പോയി. ടൈം ഇപ്പോൾ 29 മിനിറ്റായി. ഇന്നലത്തെ വീഡിയോ 17 ആയിരുന്നു. ഇന്ന് ഞാനത് കുറയുന്ന വിചാരിച്ചത്, പക്ഷേ 29 മാറി. പക്ഷേ ഇന്നലത്തെക്കാളും കൂടുതൽ ഡാറ്റാസ് നിന്ന് കയറി, അതായത് കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ കയറിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ബിഗിനർ ഫ്രണ്ട്ലിയാണ് ഈ വീഡിയോ. സോ ഇതിൻ്റെ ഒരു നോട്ട്, അതായത് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് എന്താണ് എക്സ്പ്ലിസിറ്റ്, ഇതും കൂടി ഞാനൊന്ന് ജസ്റ്റ് ആഡ് ചെയ്തു. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമാൻഡ് ചെയ്തിട്ടേ. അപ്പോൾ ഇത് എക്സ്പ്ലിസിറ്റ് ടൈപ്പ്. പിന്നെ അതുപോലെ നമുക്ക് വാറ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എവിടെയാണ്? ഓക്കെ, വാർ ഇൻഫേർഡ് ടൈപ്പ്. പിന്നെ അതുപോലെ തന്നെ റൺ ടൈം കോൺസ്റ്റൻറ്റ്. ഫൈനൽ നിങ്ങൾ ശ്രദ്ധിക്കുക, റൺ ടൈം കോൺസ്റ്റൻറ്റ് നിങ്ങൾക്കത് മനസ്സിലാവണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോഗ്രാമിലൊന്നും പിന്നെ നിങ്ങൾക്ക് തറയിക്കോളൂ. റൺ ടൈം കോൺസ്റ്റൻറ്റ് ഇടയ്ക്കിടെ ഇത് കേൾക്കുമ്പോൾ സെറ്റായിക്കോളും. പിന്നെ അതുപോലെ കമ്പൈൽ ടൈം കോൺസ്റ്റൻറ്റ് ഉണ്ട്, അതാണ് നമ്മുടെ ഓൾറെഡി കോൺസ്റ്റൻറ്റ്. ഓക്കെ,
പിന്നെ അതുപോലെ തന്നെ ഡൈനാമിക്കിന് നമുക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഒരു ഡൈനാമിക് എന്തും യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഡൈനാമിക്കിൻ്റെ ഒരു പ്രത്യേകത. സോ നമ്മുടെ സ്റ്റഡി നോട്ട്സും അപ്പോൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ എന്തൊക്കെ പഠിപ്പിച്ചതെന്നുള്ളതുണ്ട്. സോ നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. അടുത്ത വീഡിയോസിൽ നമ്മൾ മെൻഷൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുക, അതായത് കീ ഇതിൻ്റെ വാല്യൂസും പ്രോപ്പർട്ടീസും ഉണ്ട്, അതെങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും ഗുഡ് ബൈ. നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ശരി, ഓക്കെ, ഗുഡ് ബൈ.